ഉത്തർപ്രദേശിലെ ശാരദാ സർവകലാശാലയിൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഡെന്റൽ വിഭാഗത്തിലെ 2 അധ്യാപകർ അറസ്റ്റിൽ. മരിച്ച ജ്യോതിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ ഇരുവരുടെയും പേര് പരാമർശിച്ചിരുന്നു. ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനാണ് അറസ്റ്റ്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് വീണ്ടും ചേരുകയാണ് ബൽറാം നെടുങ്ങാടി. ബൽറാം, ഗുഡ് മോർണിംഗ്. ഈ വിഷയത്തിൽ അധ്യാപകരുടെ ഭാഗത്തുനിന്ന് കടുത്ത മാനസിക പീഡനങ്ങൾ ഉണ്ടായി. ഇന്റേണൽ അസസ്മെന്റ് മാർക്ക് കൊടുക്കില്ല. മറ്റ് വിഷയങ്ങളിലൊക്കെ അവർ പല നടപടികളും സ്വീകരിച്ചിരുന്നതായുണ്ടല്ലോ. സർക്കാർ ഇക്കാര്യത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ അറസ്റ്റിലേക്ക് വന്നിരിക്കുന്നു. വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, റിജിത്ത്. ശക്തമായ വിദ്യാർത്ഥി പ്രതിഷേധത്തിനാണ് ശാരദാ സർവകലാശാലയിലെ വിദ്യാർത്ഥി 2ാം വർഷ BDS വിദ്യാർത്ഥി ജ്യോതിയുടെ ആത്മഹത്യയെ തുടർന്ന് ക്യാമ്പസിൽ ഉണ്ടായത്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് തുടർ നടപടികളിലേക്ക് പോലീസ് ഉൾപ്പെടെ കടന്നിരിക്കുന്നത്. ഈ ജ്യോതിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പേര് പരാമർശിക്കപ്പെട്ടിരുന്ന 2 അധ്യാപകർ, അവർ ഈ BDS വിഭാഗത്തിലെ അധ്യാപകരാണ്. മഹീന്ദർ സിംഗ് ചൗഹാൻ, ഡോക്ടർ ഷൈറി വസിഷ്ഠ എന്നീ 2 പേരെയും അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് പോലീസ്. ഇവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരുന്നു എന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഇവർ 2 പേരും ജ്യോതി അടക്കമുള്ള വിദ്യാർത്ഥികളെ മാനസികമായി പീഡിപ്പിച്ചിരുന്നു എന്നാണ് സഹപാഠികൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. പ്രധാനമായും ഈ പ്രാക്ടിക്കൽ റെക്കോർഡുകൾ, അതിൽ അക്ഷരത്തെറ്റും മറ്റും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ മാനസികമായി പീഡിപ്പിക്കുകയും ഒപ്പ് ഇട്ട് നൽകില്ല എന്ന് അറിയിക്കുകയും പരീക്ഷയിൽ തോൽപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും മറ്റും ചെയ്തിരുന്നുവെന്നും കഴിഞ്ഞ ദിവസം പോലും ജ്യോതിക്ക് അത്തരത്തിൽ തുടർച്ചയായി 2 തവണ പ്രാക്ടിക്കൽ റെക്കോർഡുകൾ സമർപ്പിക്കുമ്പോൾ മാനസിക പീഡനത്തിന് ഇരയായിരുന്നു എന്നുമാണ് സഹപാഠികൾ അറിയിച്ചിരിക്കുന്നത് പോലീസിനെ. ഈ സംഭവത്തിൽ അതേസമയം സർവകലാശാല ഒരു ഉന്നതതല ആഭ്യന്തര അന്വേഷണ സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. സമിതിയുടെ റിപ്പോർട്ട് അനുസരിച്ച് 5 ദിവസത്തിനകം ഈ സംഭവങ്ങളിൽ കർശനമായ നടപടിയെടുക്കും എന്നാണ് ജ്യോതിയുടെ മാതാപിതാക്കൾക്ക് സർവകലാശാല അധികൃതർ നൽകിയിരിക്കുന്ന ഉറപ്പ്. കഴിഞ്ഞ ദിവസം വലിയ തോതിലുള്ള പ്രതിഷേധം ക്യാമ്പസിൽ ഉണ്ടാവുകയും അത് സംഘർഷത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. ജ്യോതിയുടെ മാതാപിതാക്കൾ അടക്കമുള്ളവർ ക്യാമ്പസിൽ എത്തി പ്രതിഷേധത്തിൽ പങ്കെടുത്തിരുന്നു. തുടർന്ന് വിദ്യാർത്ഥികൾ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കിയ ഘട്ടത്തിൽ പോലീസിന്റെ ഇടപെടൽ ഉണ്ടാവുകയും ഏതാണ്ട് 500ഓളം പോലീസുകാരെ ക്യാമ്പസിനകത്ത് വിന്യസിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്നാൽ സംഭവത്തിൽ കൃത്യമായി തന്നെ നടപടിയെടുക്കുമെന്നും പോലീസ് അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കും എന്നുമാണ് സർവകലാശാല അധികൃതർ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ അറിയിച്ചിരിക്കുന്നത്. ക്രിസ്റ്റീന, റിജി. ശരി, ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. വലിയ പ്രതിഷേധത്തിന് പിന്നാലെ നടപടികളിലേക്ക് പോലീസ് കടക്കുന്നുണ്ട്.